ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, മഴക്കാലത്ത് മയങ്ക് അവൻ്റെ അമ്മയോടൊപ്പം ചെടികളുടെ നഴ്സറിയിൽ കുറച്ച് തൈച്ചെടികൾ വാങ്ങാൻ പോയി. അവിടെ അവൻ പുറന്തോടുള്ള ഒരു ചെറു ജീവിയെ സാവകാശം മണ്ണിൽ ഇഴയുന്നത് കണ്ടു. ആ ജീവി ഏതെന്നാണ് നിങ്ങൾ കരുതുന്നത്? മണ്ണിൽ ഇഴയുന്ന ചെറിയ ഒരു ജീവി. ആമ ചെറിയതല്ല, ചിലന്തി അല്ല, മണ്ണിൽ ഇഴയില്ല. പിന്നെ ഒച്ചോ ശലഭ പോതോ ആണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? പുറന്തോടുള്ള ഒരു ചെറുജീവി എന്നാണ്. അപ്പോൾ ഏതാത്? ഓപ്ഷൻ നമ്പർ 2 ഒച്ചാണ്. അടുത്ത ചോദ്യം, രമേശ് ജാർഖണ്ഡിലെ ഒരു ഗ്രാമത്തിൽ വസിക്കുന്നു. അയാളുടെ കുടുംബത്തിൽ ഭാര്യയായ ശാന്തി, ഇരട്ടപുത്രിമാരായ ശശി, സ്വപ്ന, മകനായ രാഹുൽ എന്നിവരുണ്ട്. രാഹുലും ശാന്തിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അയാളുടെ ഭാര്യയാണ് ശാന്തി, പുത്രനാണ് രാഹുൽ. അപ്പം ആരാണത്? മകൻ, അമ്മ, മകൻ, മുത്തശ്ശി, സഹോദരൻ, സഹോദരി, മകൻ, അച്ഛൻ. ഏതാ ശരി? മകനും അമ്മയുമാണ് അല്ലേ? രാഹുലും ശാന്തിയും എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഭാര്യയായ ശാന്തി, മകനായ രാഹുൽ എന്നാണ്. അമ്മ മകൻ ബന്ധമാണ്. അടുത്ത ചോദ്യം, സുനിതയ്ക്ക് എല്ലാ ദിവസവും നടന്ന് സ്കൂളിലെത്താൻ പ്രയാസമാണ്. അവൾക്ക് സ്കൂളിൽ പോകാൻ ഏറ്റവും യോജിച്ച വാഹനം ഏത്? അപ്പോൾ സുനിതയ്ക്ക് സ്കൂളിൽ പോകാൻ ഏറ്റവും യോജിച്ച വാഹനം ഏതാണ്? ഒരു സ്കൂൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ വാഹനമാണ് ഏറ്റവും നല്ലത് അല്ലേ? അടുത്ത ചോദ്യം, കരയിൽ ജീവിക്കുന്ന മൃഗങ്ങളുടെ ഒരു പട്ടിക രാജു തയ്യാറാക്കി. താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് ഉചിതമായ പട്ടിക തിരഞ്ഞെടുക്കുക. കരയിൽ ജീവിക്കുന്ന ജീവിയാണ്. അപ്പോൾ സിംഹം, മുയൽ, മീൻ ഇതല്ല. കാക്ക, കുരങ്ങൻ, മീൻ വരുന്നതൊന്നും കരയിൽ ജീവിക്കുന്നില്ല. പട്ടി, പന്നി, പശു അതെ അല്ലേ? താറാവ്, കുതിര, തത്ത, താറാവ് രണ്ടിലും വരുന്നുണ്ട്. അപ്പോൾ പട്ടി, പന്നി, പശു എന്നുള്ളതാണ് ശരിയായ ഉത്തരം അല്ലേ? നമ്മൾ അനിമൽ വേൾഡിൽ അല്ലേ, പിന്നെ ജന്തുലോകത്തിലേക്ക് എന്നുള്ള പാഠത്തിൽ പഠിച്ചതാണ്. അടുത്ത ചോദ്യം, ഏതാനും സുഹൃത്തുക്കൾ തമ്മിൽ സംഭാഷണം നടത്തുകയായിരുന്നു. സരിത, നമ്മൾ മരത്തിലെ പഴങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ. രാഹുൽ, പൂർണ്ണമായും ശരിയല്ല, നമ്മൾ മരത്തിലെ പഴങ്ങളും ഇലകളും മാത്രമേ കഴിക്കുന്നുള്ളൂ. അക്ഷയ്, നമ്മൾ മരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്. വേര്, തണ്ട്, തളിര്, ഇല എന്നിങ്ങനെ. ആരാണ് ശരി? നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ ഒന്നാമത്തെ പാഠത്തിൽ ഉണ്ട് അല്ലേ? ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഭക്ഷിക്കാറുണ്ട്. അപ്പം മാത്രം എന്നുള്ളത് ശരിയല്ല അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ മരത്തിലെ പഴങ്ങൾ മാത്രമേ എന്നുള്ളതും അപ്പോൾ സരിത ശരിയല്ല. പിന്നെ പഴങ്ങളും ഇലകളും മാത്രമേ എന്നുള്ളത് അതുകൊണ്ട് തന്നെ രാഹുലും ശരിയല്ല. അപ്പം ഒരാൾ മാത്രമാണ് ഇവിടെ ശരിയുള്ളത്. ആരാണ്? അക്ഷയ് മാത്രം അല്ലേ? അപ്പോൾ അക്ഷയ് മാത്രമാണ് ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, ടിന വീടിൻ്റെ തെക്കുവശത്തേക്ക് നടക്കുകയായിരുന്നു. മുൻപ് നടന്നിരുന്നതുപോലെ എതിർദിശയിലേക്ക് നടക്കാൻ ആവശ്യപ്പെട്ടാൽ അവൾ തൻ്റെ വീടിൻ്റെ ഏത് ദിശയിലേക്കായിരിക്കും നടക്കുക? അത് നമുക്ക് ദിശ വരച്ചു വെക്കാം. മുകളിലോട്ടേക്ക് വടക്ക്, താഴോട്ടേക്ക് തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. പറയുന്നത് എന്താണ്? വീടിൻ്റെ തെക്ക് വശത്തേക്ക്. ഇപ്പോൾ വീട് ഇവിടെയാണെന്ന് വിചാരിക്കുക. വീടിൻ്റെ തെക്ക് വശത്തേക്ക് നടന്നു അല്ലേ? ഇനി അവൾ തൻ്റെ വീടിൻ്റെ തിരിച്ച് നടക്കുക. ഓപ്പോസിറ്റ് നടന്നാൽ എങ്ങോട്ടേക്കായിരിക്കും നടക്കുന്നത്? ഇങ്ങോട്ടേക്ക്, അതായത് വടക്ക് ഭാഗത്തേക്ക്. അപ്പോൾ ഉത്തരം 1 ശരിയായ ഉത്തരം അല്ലേ? തെക്കോട്ടേക്ക് നടന്നാൽ തിരിച്ച് നടക്കുമ്പോൾ അതിൻ്റെ എതിർദിശ വടക്ക്. അടുത്ത ചോദ്യം, താഴെ കാണുന്ന ചിത്രങ്ങൾ കണ്ടിട്ട് അവയിൽ ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത് ഏതിലാണെന്ന് കണ്ടുപിടിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളൽ ഏതിലായിരിക്കും? സ്പൂണിലും ഗ്ലാസ്സിലും എന്തായാലും അല്ല. പിന്നെ ഇതിൽ രണ്ടിലായിരുന്നു. അപ്പോൾ ഇത് ബക്കറ്റാണ്. അപ്പോൾ എപ്പോഴും ബക്കറ്റിലാണ് കൂടുതൽ വെള്ളം കൊള്ളുക അല്ലേ? അടുത്ത ചോദ്യം, മഴവില്ലു കണ്ടിട്ട് റീമയും സീമയും തമ്മിൽ കാലാവസ്ഥയെപ്പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. മഴവില്ല് തെളിയുമ്പോഴുള്ള കാലാവസ്ഥ നിർണ്ണയിക്കാൻ അവരെ സഹായിക്കുക. ഇത് മേഘങ്ങൾ, വെയിലും മഴയും, മഞ്ഞുവീഴ്ച, മഴ. മഴവില്ല് വരലപ്പോഴാണ് വെയിലും മഴയും ഉണ്ടാകുമ്പോൾ അല്ലേ? അടുത്ത ചോദ്യം, അകത്തും പുറത്തുമുള്ള പലതരം കളികളെപ്പറ്റി ഋഷഭ് മനസ്സിലാക്കിയിട്ടുണ്ട്.
പുറത്തെ തുറസ്സായ സ്ഥലത്ത് കളിക്കുന്ന കളികളിൽ പലതും പന്ത് ഉപയോഗിച്ചുള്ളവയാണ്. താഴെ പറയുന്നവയിൽ 2 കളിക്കാർ ഒരു പന്ത് ഉപയോഗിക്കുന്നത് ഏത് കളിയിലാണ്? 2 കളിക്കാർ കൂടി ഒരു പന്ത് ഉപയോഗിച്ചിട്ട് കളിക്കുന്ന കളി ഏതാണ്? ക്രിക്കറ്റ്, ടേബിൾ ടെന്നീസ്, ഹോക്കി, ഫുട്ബോൾ. ക്രിക്കറ്റിൽ 2 കളിക്കാർ കൂടി ഒരു പന്ത് ഉപയോഗിക്കുന്നതാണോ? അല്ല. പിന്നെ ഒരു കളിക്കാരനാണ് പന്ത് ഉപയോഗിക്കുന്നത്, മറ്റേ കളിക്കാരൻ ബാറ്റാണ്. ടേബിൾ ടെന്നീസിൽ എന്താ? 2 കളിക്കാരും ഒരു ബോളുമാണ്. അപ്പോൾ ഏതാ ശരി? 3 ടേബിൾ ടെന്നീസ് അല്ലേ. ഹോക്കിയും ഫുട്ബോളൊക്കെ ഗ്രൂപ്പ് ഗെയിമാണ് അല്ലേ, കുറേ പ്ലെയേഴ്സ് ഉണ്ടാവും കളിക്കാർ. അടുത്ത ചോദ്യം, വീട് വിദ്യാലയം പോലെയാണെന്ന് ആളുകൾ പറയുന്നത് പലപ്പോഴും നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ. അവർ അങ്ങനെ പറയാൻ കാരണം എന്ത്? നിങ്ങൾ അവിടെ ജനിച്ചു. വീട്ടിൽ കുടുംബത്തിൽ നിന്നാണ് നാം പലതും പഠിക്കുന്നത്. അതിൽ 4 ചുവരുകളുണ്ട്. വീട്ടിലും പല ആളുകളുണ്ട്. അപ്പോൾ എന്താണ്? വീട്ടിൽ കുടുംബത്തിൽ നിന്നാണ് നാം പലതും പഠിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ നമ്പർ 2 ശരിയായ ഉത്തരം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.